ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഇന്ന് പറയാൻ പോണത് ഈ മഴക്കാലത്ത് നമ്മളെ മുടി പെട്ടെന്ന് വളർച്ച കൂട്ടാൻ, മുടി കൊഴിച്ചിൽ മാറ്റാൻ എല്ലാത്തിനുള്ളൊരു ഒന്നൊന്നര റെമഡി ആയിട്ടാട്ടോ അമ്മ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, എല്ലാവർക്കും സുഖം തന്നെ? പിന്നെ എല്ലാവരും നല്ല വെള്ളം കുടിക്കണില്ലേ? നല്ല വെള്ളം കുടിക്കണം കേട്ടോ. മഴക്കാലം വെച്ചിട്ട് ആരും വെള്ളം കുടിക്കാതിരിക്കരുത്, നമുക്ക് രക്തക്കമ്മി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് കുറച്ചൊക്കെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ അതുപോലെ കണ്ടോ, എന്താ കക്കരിക്കൊക്കെ ഇല്ലേ, നമ്മളെ മുടി വളർച്ച കൂട്ടുട്ടോ. നമ്മൾ ഈ കക്കരിക്കൊക്കെ ഇതിൽ നല്ല ജലാംശം ഉണ്ട്. നമ്മൾ വെള്ളം കൂടി കമ്മിയാക്കണവർക്കൊക്കെ ഒരു നല്ല റെമഡി ആട്ടോ നമ്മൾ കക്കരിക്ക. പിന്നെ ഡെയിലി നമ്മൾ ഒരു നെല്ലിക്കര ജ്യൂസ്, കുറച്ച് കറിവേപ്പില, അതിലൊരു 3-4 ഇല. കറിവേപ്പില ഒന്നും ഏറാൻ പാടില്ല, 4 ഇലയിലും ഇത് നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലാൻ പാടില്ല. 3 ഇലയൊക്കെ മതി. നമ്മൾ പിന്നെ കറികളിലൊക്കെ വറുത്തിട്ട് കൂട്ടുമ്പോൾ നമ്മൾ ആ ഇല എടുത്തിടണം, ഓരോ കരിയായിട്ട് അല്ലേ. അരച്ച് കഴിക്കുമ്പോൾ നമ്മൾ 3 ഇല 4 ഇല അത്രയേ പാടുള്ളൂ. പിന്നെ ഒരു ചെറിയ ചീനമുളക് കൂട്ടാം. ഒന്നില്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമലാവും. നമ്മൾ അമിതമായ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൊഴുപ്പൊക്കെ കൂടുതൽ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ കറുത്ത കളറ്, അതുപോലെ പാലുണ്ണി, ഇങ്ങനത്തെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള റെമഡിയാണ് നമ്മളെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നന്നായി മുടി വളർച്ച കൂട്ടും. പിന്നെ നമ്മളെ ശരീരത്തിലേക്ക് നല്ല രക്തം ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഈ മാതള നാരങ്ങ പോലുള്ള പഴങ്ങളൊക്കെ കഴിക്കണം, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം കേട്ടോ മഴക്കാലത്ത്. നമ്മളോടുള്ള ചക്ക മാങ്ങ അതൊക്കെ കഴിച്ചാലും മതി. പണ്ടൊക്കെ നമ്മൾ എന്താ കഴിച്ചിരുന്നത്? ഇപ്പോഴല്ലേ വാങ്ങണ പഴങ്ങൾ മുഴുവൻ വിഷമാണ്. പക്ഷേ നമ്മൾ പാകല്ലല്ലോ, മഞ്ഞപ്പൊടി വെള്ളത്തിൽ കഴുകിയാൽ മതി ഏതും. കക്കരിക്കൊക്കെ നമ്മൾ വാങ്ങുമ്പോഴും, നെല്ലിക്ക നമ്മളോടല്ലെങ്കിൽ വാങ്ങി കഴിക്കുകയാണെങ്കിലും, കറിവേപ്പില നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനേ പാടില്ല, അത്ര കൂടുതൽ വിഷാത്രേ. അതായത് ഇലയുടെ പച്ചപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും കള്ളത്തരണ്ട് കറിവേപ്പില ജനങ്ങൾ കാണിച്ചു കൂട്ടണു അല്ലേ, തക്കാളിയിൽ. അപ്പോൾ ഇതൊക്കെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. മഞ്ഞപ്പൊടി വെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിരി വെള്ളത്തിലൊക്കെ കഴുകി നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, രാവിലെ നമ്മൾ മുടി സംരക്ഷണം പറയുകയാണ്. ഞാനിന്ന് മഴക്കാല മുടി സംരക്ഷണമാണ് ഇന്നും പറയണത്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ട്, നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പക്ഷെ എല്ലാവരും ഒന്നും എല്ലാ വീഡിയോയും കാണുന്നില്ല. അപ്പം ഞാൻ പറയുകയാണ്, നമ്മളെ വീഡിയോ 1:30 മണിക്ക് ഉച്ചയ്ക്കാണ് എന്നും അപ്ലോഡ് ചെയ്യേണ്ടത്, 1:30 മണിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ സമയം ഓർത്ത് വെച്ചോളൂ. ഇതുവരെ ലൈവിലൊന്നും വന്നിട്ടില്ല. ഈ കണ്ണട വെച്ചാൽ പോലും കാഴ്ച പ്രശ്നമുണ്ട്, ഷുഗറിൻ്റെ വേരിയേഷൻ കേട്ടോ. എനിക്ക് ഷുഗർ നോർമലാവാൻ ഞാനിങ്ങനെ പലതും പൊടിക്കുകയും ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ കാഴ്ചയ്ക്ക് ഇങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാ ഒരു കണ്ണ് കാണാത്തവർക്ക് കാഴ്ചയ്ക്ക് അവർക്ക് ലെൻസ് വെക്കുമ്പോൾ സുഖമാണ്. ഷുഗറിൻ്റെ വേരിയേഷൻ ആകുമ്പോൾ ഡോക്ടർമാർക്കും ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഷുഗറല്ല നാളെ, ഇന്ന് നോർമലാണ്, ഞാനൊരു മിഠായി കഴിച്ച നാളേക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ ഞാൻ വരാത്തത്. എനിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോയെന്നൊരു പേടി. നിങ്ങളെയൊക്കെ എല്ലാവരെയും എനിക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുമോ? കണ്ണ് കാണില്ലേ, ഇതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ രാവിലെ മുതൽക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മൾ മുടി നന്നായി കെട്ടറുന്നതിന് ശേഷം നമ്മൾ എണ്ണ തടവുകയാണ്, ഇളം ചൂടുള്ള എണ്ണ കണ്ടല്ലോ. ഇത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കയ്യിലിട്ട് ചൂടാക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്യണം. ഇന്ന് ഞാൻ ഡബിൾ ബോയിലിങ് ചെയ്യാതെ കേട്ടോ, ഒന്ന് ഞാൻ കയ്യിലിട്ട് നന്നായി ചൂടാക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, കയ്യിലിട്ട് നന്നായിട്ട്. പിന്നെ കുട്ടികളെ ഒരു കാര്യം പറയാം, ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും മഴക്കാലത്ത് കോരി വാരി എണ്ണ തേക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മളെ മുടി ഉണങ്ങി കിട്ടൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്കായ, പേന, ഈരൊക്കെ വരുന്നത് ഈ മുടിയിൽ എണ്ണ കൂടുതൽ നിന്നിട്ടാണ്, ചളി കൂടുതൽ ഇരുന്നിട്ടാണ്. അപ്പം നമ്മൾ ആഴ്ചയിലൊരു ദിവസം നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള താളി, ചെമ്പരത്തിയില, ചെമ്പരത്തിപ്പൂവ്, കറ്റാർവാഴ, തുളസി, ഇതൊക്കെ പാടിട്ടിട്ടും നമുക്കൊരു താളി ഉണ്ടാക്കാം. എല്ലാത്തിനുള്ള സൊല്യൂഷനായി വരും കേട്ടോ. പേൻ പോവും, ഈര് പോവും, മുടിക്കായ പോവും, മുടിയുടെ ദുർഗന്ധം പോവും. ഇത് നമ്മൾ നല്ല കുമ്പിട്ട് നിന്നിട്ടും കൂടി നമ്മൾ മുടിയിലെ എണ്ണ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കണം, കുമ്പിട്ട് നിന്നിട്ട്. ഇപ്പം എനിക്ക് ചെറിയൊരു ഇയർ ബാലൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന് പെട്ടിട്ട് മഴ പെയ്തപ്പോഴേ അത് കാരണം എനിക്ക് കുഴുക്കാൻ തൂക്ക് നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ താടിയൊക്കെ തേക്കുമ്പോൾ ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ഇപ്പൊക്ക് പറ്റണുള്ളൂ. എല്ലാ റെമഡിയും ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ. തലയിലേക്ക് യൂസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ലേ കുട്ടികളെ? ഇനി വേനൽക്കാലം ഒന്ന് മഴ പോട്ടേട്ടോ. അപ്പം എല്ലാം ഞാൻ നിങ്ങൾക്ക് തേച്ച് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. കണ്ടല്ലോ, അപ്പം നമ്മൾ ഈ മുടിയിൽ എണ്ണ തേക്കുമ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല സ്കാൽപ്പിൽ ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ താളി തേക്കുന്നുണ്ടെന്ന് നമ്മൾ താളിയാണെന്ന്, നല്ലൊരു പ്രത്യേക തരം താളിയാട്ടോ, മുടി പെട്ടെന്ന് വളരാൻ. അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ കുട്ടികൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മേ എന്താ ചെയ്യുക, മുടി വേരോടെ പറഞ്ഞു പോണു, ഓട് കാണുന്നു. അപ്പോൾ അതിനും പിന്നെ നമ്മളെ പോലുള്ള അമ്മമാർക്കും നമ്മളെ കുട്ടികൾക്കും അനിയത്തിമാർക്കും ഒക്കെ ഇത് എല്ലാ ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടോ.
ആൺകുട്ടികൾ ഇതൊന്നും പിന്നോട്ട് നിൽക്കണ്ട. വീട്ടിലെ അമ്മമാരുണ്ടാക്കുമ്പോൾ അതൊന്നും ഒരു ലേശം മതിയല്ലോ, മുടി അധികമൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തധികം ഇല്ല എന്നല്ലേ, ഇപ്പൊ ആൺകുട്ടികളാ തോനെ മുടി വളർത്തണം. നമ്മള് അമ്മമാരായില്ലേ പിന്നിലേക്ക്. നമ്മളുടെയൊക്കെ മുടി പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് കുറെ രക്തം നഷ്ടപ്പെടുകയല്ലേ, അതാണ്. അതുകൊണ്ട് നിങ്ങൾ മാതളപ്പഴം വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലം പറഞ്ഞാൽ എന്താ കുട്ടികളെ, ജീവിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, അസുഖക്കാരായിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കണമെങ്കിൽ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പൊ രക്തക്കമ്മിയൊക്കെ ഉണ്ടായാൽ നമ്മളെ മുടിയൊക്കെ പോയി തലയോടൊക്കെ കണ്ട് നമുക്ക് ക്ഷീണം ഉറക്കൊക്കെ വരികയെ. നമ്മളെ അമ്മമാരല്ലേ, കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കേണ്ടവരല്ലേ, നമുക്ക് എല്ലാം വേണ്ട, എന്താ വേണ്ടാത്ത. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, രക്തം ഉണ്ടാവാനൊക്കെ. അപ്പൊ നമ്മളെ മുടിയിൽ എണ്ണയൊക്കെ തേച്ചു. ഇനി ഇതേപോലത്തെ ചീർപ്പോണ്ട് നമ്മൾ ചീന്തും. കണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ, ഞാൻ കൂടൊക്കെ കളഞ്ഞു വെച്ചിരിക്കണം ഓൾറെഡി. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യല്ലേ, വീഡിയോ ഇങ്ങനെ ലോങ് ആയി പോണേന് ചിലവർക്കൊക്കെ ഉണ്ടാവും. ഇനി സ്നേഹമുള്ളവരൊന്നും പറയുന്നില്ല കേട്ടോ, ഞാൻ അത് വേണ്ടേ പറയാ. ഞാൻ പറഞ്ഞൊന്ന് മാത്രമല്ല ലോങ് ആയി പോണ്ടച്ചിട്ട്. അപ്പൊ നമ്മൾ അടിയിൽ നിന്ന് വേണം ഇതിന്റെ മുടി കൂട് കളയാൻ. ഇങ്ങനത്തെ ചീർപ്പോണ്ട് വേണം നിങ്ങൾ ചീന്താൻ. പല്ല് അണഞ്ഞ ചീർപ്പോണ്ട് ചീന്തിയ എന്താണെന്നറിയാം, മുടി പൊട്ടിപ്പോവും. പിന്നെ മുടിക്കായൊക്കെ മഴക്കാലത്ത് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുടിയിൽ ഈർപ്പം നിൽക്കാതെ. കുളിക്കാൻ സമയമുണ്ടോ, മുടി ഉണക്കാൻ സമയമുണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമ്മൾ വാരി വലിച്ച് കുളിച്ച് ഓട്ടിപ്പോന്നു അങ്ങനെയൊന്നും ചെയ്യണ്ട. മുടി നമ്മൾ പതുക്കെ പതുക്കെ വേണം. ഇതേപോലെ എണ്ണ തേക്കണം മെത്തേഡ് തന്നെയാണ് നമ്മളെ മുടിയിലെ വെള്ളം കളയണതും. നമ്മൾ സ്കാൽപ്പിലൊക്കെ അമർത്തി അമർത്തി തുടക്കരുത്. കോട്ടൺ തുണി അല്ല അത്ര, ബനിയൻ ക്ലോത്ത് നമ്മളുണ്ടല്ലോ ടർക്കിയൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മുടിയിലേക്ക് ഏറ്റവും വെള്ളം കളയാൻ പറ്റിയ സൊല്യൂഷൻ. മറ്റേ നമ്മൾ വല്ലാതെ അമർത്തി ചൂടാകുമ്പോൾ നമ്മളെ മുടികളൊക്കെ പുഴങ്ങിപ്പോരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് മുടി വളർച്ച മഴക്കാലത്ത് ഇരട്ടിയാവാൻ പറ്റിയൊരു സംഭവം ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടതേ നമ്മളുടെ തൊടിയിൽ തന്നെ, കാശ് കൊടുക്കണമൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മളുടെ തൊടിയിൽ തന്നെ ഉള്ള ചെമ്പരത്തിയുടെ ഇലകളെ പിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടു. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ ആക്കണം. മൂട്ടിലത്തെ ഈ തലപ്പത്തെ ഇതും കളഞ്ഞിട്ട് നമ്മൾ ചെമ്പരത്തിപ്പൂവ്, നമുക്ക് ഇതിന് അളവൊന്നുമില്ല നമ്മളെ മുടിയിലേക്ക് വേണ്ടത്. ഇങ്ങനെ ആകുമ്പോൾ ഈ താളി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് എണ്ണ കുളുക്കനെ തേച്ചിട്ട് ഈ ചെമ്പരത്തി താളി നിങ്ങൾ തേച്ചാൽ മതി. ഇത് പ്രത്യേക തരത്തിലാണ് ഉണ്ടാക്കേണ്ടത്, സ്കിപ്പ് ചെയ്യരുതേ, ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് കിട്ടണം അത്രയും എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ മുടിക്ക് എത്ര വേണം വെച്ചാൽ, കാശൊന്നും ചിലവില്ലല്ലോ. ഇതൊരു ഷാമ്പു തന്നെയാണ്, പക്ഷെ നമ്മളെ മുടി വളർച്ച ഇരട്ടിയാക്കാനുള്ളൊരു പ്രത്യേക തരം ഷാമ്പു ആണത് കേട്ടോ. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലയും. ഇത് എന്താണ്ടാണ് നമ്മൾ അരയ്ക്കണത് എന്ന് കൂടി കാണിച്ചു തരാം. നമുക്ക് മഴക്കാലം ആകുമ്പോൾ ചളി മുടിയിൽ ഇരിക്കരുത്, എണ്ണ മുടിയിൽ ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നന്നായി എണ്ണ തേക്കണം, ബാക്കി ദിവസങ്ങളിലൊക്കെ ഇളം ചൂടാക്കി കുറച്ച് തേച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ കറ്റാർവാഴ ഉണ്ടോ, കത്തിരി ഉണ്ടായിരുന്നു ഇവിടെ, എവിടെ കാണാനില്ല. ഇപ്പൊ നമുക്ക് പൊട്ടിച്ചിടാം. ഇതിപ്പോ അരയാനുള്ളതല്ലേ, കണ്ടല്ലോ. രണ്ട് പുറത്തെയും പിന്നെ നമ്മളാ മുള്ളു പോലുള്ളത് കളഞ്ഞതിന് ശേഷം മൂട്ടിൽ മഞ്ഞ കളറിലൊരു ദ്രാവകം വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഇത് വെള്ളത്തിൽ രണ്ടു പുറം ചെത്തിയതിന് ശേഷം ഇട്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണേ, വീഡിയോ ലോങ് ആകുക വെച്ചിട്ട്. ഇത് എന്താണെന്നറിയോ, നമ്മൾ തലേ ദിവസം ഉലുവ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഉലുവ കുതിർത്തിയ വെള്ളത്തോടക്കനെ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അതിൽ നമ്മൾ 2 സ്പൂണ് തേയിലപ്പൊടിയാണ് ഇടുന്നത്. ഞാൻ ഏവീട്ടിയുടെ ചായപ്പൊടിയാണ് ഇട്ടിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായപ്പൊടി ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏവീട്ടിയാണ് ഇട്ടിട്ടുള്ളത്, ഇവിടെ അതാണ് വാങ്ങാറ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിത് ഒന്നിച്ചിട്ട് ഇതിലാണ് പാരുകയാണ്. എന്താണെന്നറിയോ, ചായപ്പൊടി ചണ്ടിയൊക്കെ നമ്മൾ അരയല്ലേ, അരിക്കൊന്നും വേണ്ട. നമ്മൾ ഉലുവയും കൂടി ഇതിലിട്ടു. ഇനി ഞാൻ അരച്ചു കൊടുന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ താളി ഇവിടെ റെഡിയായി കേട്ടോ, അരച്ചിട്ട് റെഡിയായി. ഇനി നിങ്ങൾക്ക് വെള്ളം നല്ല വേണം. നിങ്ങൾ ചായ ഞാൻ തിളപ്പിച്ചത് നിങ്ങൾക്ക് സ്കിപ്പ് ആയതാട്ടോ. തിളപ്പിച്ചത് എടുത്തിരുന്നു, അത് എന്തോ അറിയില്ല, സ്കിപ്പായി പോയി കാണുന്നത്. വേണ്ട. ഇനിയിപ്പോൾ വീഡിയോ നമുക്ക് 8 മിനിറ്റിലും കൂടുതലാവുമ്പോഴേ ബുദ്ധിമുട്ടല്ലേ കാണുന്നവർക്കും. അപ്പോൾ അത് ചായപ്പൊടി തിളപ്പിക്കുക എങ്ങനെ, ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട കുതിർന്ന ഉലുവയും ചായപ്പൊടിയും കൂടി അത് തിളയ്ക്കുമ്പോഴോട് കൂടി നമ്മൾ 2 സ്പൂൺ ചായപ്പൊടി ഒന്ന് ലേശം നേരം കുറുക്കുന്നുണ്ട്, ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാക്കുക കേട്ടോ. അത് കണ്ടില്ല വെച്ചിട്ട് ആരും സങ്കടം പറയണ്ട. അപ്പോൾ നമ്മളിതിങ്ങനെ താളിയൊക്കെ അതാ പിഴിഞ്ഞെടുക്കണു. കണ്ടോ, അമ്മ ഒരുപാട് താളി ഉണ്ടാക്കായാണ്. എനിക്ക് ബാലൻസ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടേ കുറച്ച് താളിയെ കഴുകി കളയാൻ വെക്കും. അതുകൊണ്ടാണ് വീട്ടിൽ നല്ലേ, കുളിമുറിയിൽ നല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും തന്നെ നമുക്ക് നല്ലതാണ്. അതിലേക്ക് കറ്റാർവാഴയും കൂടിയും കൂടിയാൽ പിന്നെ പറയാനില്ല. നമ്മളിത് എന്തിലാണ് ഉണ്ടാക്കിക്കണം എന്ന് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ, നമ്മളെ ചായപ്പൊടി, നമ്മൾ ഉലുവ കുതിർത്ത വെള്ളം ഉലുവയും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, മുടി
നമ്മൾ ആഴ്ചയിൽ ഒറ്റ ദിവസം കേട്ടോ ഇത് ചെയ്യണ്ടു. എല്ലാ ദിവസമൊന്നും ചെയ്യണ്ട. നമ്മൾ വീട്ടമ്മമാരല്ലേ, എന്നൊന്നും നമുക്ക് മുടി ശുശ്രൂഷ ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ലല്ലോ. അപ്പം നമുക്ക് പറ്റിയ റെമഡി കേട്ടോ ഇത്. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ച മാത്രം നിങ്ങൾ ഈ താളി തേച്ചാൽ മതി. അന്ന് നല്ല എണ്ണ തേക്കണം. ബാക്കി ദിവസങ്ങളിലൊക്കെ കുറച്ച് എണ്ണ നിങ്ങൾ കമ്മിയാക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. എങ്കിൽ മുടിയിൽ കായും പേനും ഈരും ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുടി നല്ല സുഗന്ധവും കിട്ടും. അപ്പം ഞാനിത് മുടിയിൽ എല്ലായിടത്തും കൂടി നേരെ തേച്ചിട്ട് കുളിക്കുകയാണ്. ഇനി കുളിച്ച് വന്നിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.